ഹലോ, മനുഷ്യ ശരീരത്തിൽ പ്രവേശിച്ചാൽ 48 മണിക്കൂറിനുള്ളിൽ മാരകമാവുകയും ജീവഹാനിക്ക് ഇടയാക്കുകയും ചെയ്യുന്ന അപൂർവ ബാക്ടീരിയ ജപ്പാനിൽ പടരുന്നെന്ന് റിപ്പോർട്ട്. കോവിഡ് എന്ന മഹാമാരിക്ക് ശേഷം അടുത്ത മഹാമാരിയെ നേരിടേണ്ടി വരുമെന്ന ഭീതിയിലാണ് ജപ്പാൻ. അപൂർവവും മാരകവുമായ മനുഷ്യമാംസം ഭക്ഷിക്കുന്ന ബാക്ടീരിയയാണ് ജപ്പാനിൽ പേടിസ്വപ്നമാകുന്നത്. ഈ ഭയാനകമായ രോഗം ബാധിച്ച ഒരാൾക്ക് 48 മണിക്കൂറിനുള്ളിൽ വളരെ വേദനാജനകമായ മരണം സംഭവിക്കുന്നു എന്നതാണ് ഇതിനെ കൂടുതൽ പേടിപ്പെടുത്തുന്നത്. ജപ്പാനിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസസ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് അനുസരിച്ച് ഈ വർഷം ജൂൺ വരെ രാജ്യത്ത് ഇത്തരം 1000 കേസുകൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന സ്പെക്ടോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രം ആണ് ജപ്പാനിൽ പടരുന്നത്. മനുഷ്യ ടിഷ്യൂകളുടെ നാശത്തിനും അതിവേഗത്തിൽ അവയവങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കുന്നതിനും കാരണമാകുന്ന ഈ മാംസം ഭക്ഷിക്കുന്ന ബാക്ടീരിയയുടെ വ്യാപനം ജപ്പാനിൽ കടുത്ത ആശങ്കയുയർത്തുന്നു. രോഗം പിടിപെട്ടാൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലെത്തിച്ച് ആന്റിബയോട്ടിക് ചികിത്സ നൽകുകയാണ് പ്രതിവിധി. രോഗം പിടിപെട്ടാൽ ആദ്യ 24 മുതൽ 48 മണിക്കൂറിനുള്ളിൽ രക്തസമ്മർദ്ദം വളരെ താഴ്ന്ന നിലയിലേക്ക് എത്തും. ഇതോടെയാണ് രോഗം കൂടുതൽ ഗുരുതരമാകുന്നത്. തുടർന്ന് അവയവങ്ങൾ പ്രവർത്തിക്കാതെയാവുകയും മരണത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. പനിയും തൊണ്ടവേദനയുമാണ് പ്രധാന ലക്ഷണങ്ങൾ. 50 വയസ്സിന് മുകളിലുള്ള ആളുകളെയാണ് ഈ അണുബാധ സാധാരണയായി ബാധിക്കുന്നത് എന്ന് റിപ്പോർട്ടുണ്ട്. ഈ ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ചാൽ ഹൈപ്പർ ഇൻഫ്ലമേറ്ററി പ്രതികരണത്തിന് കാരണമാകുന്ന വിഷവസ്തുക്കളെ ഇവ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ബാക്ടീരിയകൾക്ക് രക്തപ്രവാഹത്തിലേക്കും അവയവങ്ങളിലേക്കും അതിവേഗം പ്രവേശിക്കാൻ കഴിയും. ഇത് ചുരുങ്ങിയ സമയം കൊണ്ട് ഒന്നിലധികം അവയവങ്ങളുടെ നാശത്തിന് കാരണമാവുകയും ചെയ്യുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ടോക്കിയോ വുമൻസ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ സാംക്രമിക രോഗങ്ങളുടെ പ്രൊഫസറായ KM Kikuchi പറഞ്ഞു, രാവിലെ ഒരു രോഗിയുടെ കാലിൽ നീർവീക്കം ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഉച്ചയോടെ കാൽമുട്ടിലേക്ക് വ്യാപിക്കുകയും 48 മണിക്കൂറിനുള്ളിൽ മരിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. ജപ്പാനെ കൂടാതെ മറ്റു പല രാജ്യങ്ങളിലും സ്പെക്ടോകോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രം കണ്ടെത്തിയതായി പറയുന്നു. ഇനിയും വ്യാപനമുണ്ടാകാതെ തടയാനാണ് അധികൃതർ ശ്രമിക്കുന്നത്. വായുവിലൂടെയും ശാരീരിക സമ്പർക്കത്തിലൂടെയുമാണ് ഈ അണുബാധ മറ്റുള്ളവരിലേക്ക് പടരുന്നത്. കൈകാലുകളിലെ മുറിവുകളിലൂടെ ഈ ബാക്ടീരിയ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. വ്യക്തി ശുചിത്വം പാലിക്കുക, സാമൂഹിക അകലം പാലിക്കുക എന്നിവയാണ് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.